ഗൈസ്, നമ്മൾ കേരളത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒന്ന് രണ്ട് സ്ഥലങ്ങൾ, അതിനെല്ലാം ഒരു 10 സ്ഥലങ്ങളായിക്കോട്ടെ, ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരെണ്ണമാണ് വട്ടവട എന്ന് പറയുന്നത്. കാരണം വട്ടവട കേരളത്തിൻ്റെ ഒരു കാർഷിക ഗ്രാമമാണ്, ഒരു തമിഴ് കൾച്ചറുള്ള ഗ്രാമമാണ്. അതോടൊപ്പം കേരളത്തിൽ റെയറായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന സ്ട്രോബെറി, അതോടൊപ്പം നമ്മുടെ വെളുത്തുള്ളി, ക്യാബേജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വട്ടവടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും റെയറായിരിക്കും അത്. അപ്പോൾ വട്ടവടയിലേക്ക് പോകാൻ എപ്പോൾ ചാൻസ് കിട്ടിയാലും പോകാൻ ഞാൻ റെഡി ആയിരിക്കും. പക്ഷേ എനിക്ക് ഒരു തവണ ഇതിനു മുമ്പ് പോകാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. രണ്ടാമതൊന്നുകൂടെ ഞാൻ വട്ടവടയിലേക്ക് പോയി. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. വട്ടവടയിൽ ഏറ്റവും നല്ല താമസിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹോട്ടൽ റിസോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നമ്പർ 1 ഉത്തരവാണ് കോവിലൂർ പാലസ് അല്ലെങ്കിൽ കോവിലൂർ റിസോർട്ട്. അപ്പോൾ കോവിലൂർ റിസോർട്ടിലേക്ക് പോകാനായിട്ടൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മൈ കേരള ടൂറിസം അസോസിയേഷൻ MKTA, ഇതിൻ്റെ കുറേ ട്രിപ്പുകളിൽ ഞാൻ അവരോട് പോയിട്ടുണ്ട്. അവരെന്നെ തായ്ലൻഡ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടനയാണ്. ധാരാളം ഫാം ട്രിപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. 2019 തുടങ്ങിയ ഈ സംഘടന ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് 33ാമത്തെ ഫാം ട്രിപ്പ് ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. അത് വട്ടവടയിലെ കോവിലൂർ പാലസിലേക്കാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാം. കോവിലൂർ പാലസിലേക്ക് പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് തലേദിവസമേ പോയി എറണാകുളത്ത് താമസിച്ച് എറണാകുളം വൈറ്റിലേന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ബസ്സിലാണ് പോയത്. 2 വണ്ടിയുണ്ട്, ഒരു വലിയ ബസ്സും ഒരു ട്രാവലറും. ഏകദേശം 80ഓളം ആൾക്കാരാണ് ഈ ട്രിപ്പിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളോടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഹലോ ഗൈസ്, വെളുപ്പിന് 5:30 ആയപ്പോൾ തുടങ്ങിയ യാത്രയാണ്. തലേന്ന് എറണാകുളത്ത് പോയി താമസിച്ച് വെളുപ്പിന് തന്നെ എണീറ്റു. രാത്രി 12 മണി കഴിഞ്ഞ് കിടന്നപ്പോൾ രാവിലെ തന്നെ എണീറ്റ്. കാരണം ബസ്സേ കയറുന്നൊരു ഒറ്റ ഉറക്കമായിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോൾ ബസ് നിറച്ചാളും. ബസ് കോതമംഗലം ടൗണിൽ പോയി നിർത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ 2 ബസ്സുകളാണ്. ആദ്യത്തെ ബസ് മെയിൻ ട്രാവൽസിൻ്റെ ബസ്സും അതോടൊപ്പം മിയ ക്യാബ്സിൻ്റെ വണ്ടിയുണ്ട്. ഇതിൽ 50 പേരും മറ്റേത് 30 പേരുമാണ് വരുന്നത്. ടോട്ടൽ നമ്മൾ 86 പേരാണ് ട്രിപ്പിന് പോകുന്നത്. നോക്കിയാൽ ബസ്സിനകത്ത് എല്ലാ സീറ്റും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സൈഡ് സീറ്റ് പിടിച്ച് ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങാനൊന്നും ആരും സമ്മതിക്കത്തില്ല. ഭയങ്കര പാട്ടും വെള്ളം ബഹളമാണ്. ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാത്ത ട്രിപ്പായിരിക്കും ഇതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ. അങ്ങനെ നമ്മൾ കോതമംഗലമൊക്കെ കഴിഞ്ഞ് പതിയെ മലനിരകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഇടുക്കി ട്രിപ്പിൻ്റെ വൈബ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് അടിമാലിയിൽ എത്തണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ്. അതോടൊപ്പം തന്നെ അടിമാലിയിൽ നമ്മുടെ കുറേ ചങ്ക് ബ്രോസ് വണ്ടിയൊക്കെ കയറാനും ഉണ്ട്. അങ്ങനെ ട്രിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സമയമൊന്നും ആയെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കി AC കംപ്ലൈൻ്റ് ആണെന്ന് ബസ്സുകാർ പറഞ്ഞപ്പോൾ ബസ്സിൻ്റെ റൂഫ് തുറന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ബെൻസിൻ്റെ പോലെ സൺറൂഫുള്ള ബസ്സാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ കാറ്റ് കൊള്ളുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ട്രിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടുക്കി ട്രിപ്പിൻ്റെ മൂന്നാർ ട്രിപ്പിൽ നമുക്ക് ആ ട്രിപ്പ് പോകുന്നതിൻ്റെ ഫീല് ആദ്യം തന്നെ കിട്ടുന്നത് നമ്മുടെ നേര്യമംഗലം പാലം കാണുമ്പോഴാണ്. ഇതാണ് നമ്മുടെ ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിനകത്ത് ചില സമയങ്ങളിൽ മാത്രം നിശബ്ദമാകുന്നുണ്ട്. അപ്പോൾ പുറത്തോട്ട് നോക്കിയാൽ ഫുള്ള് കാടാണ്. മൊബൈലിന് റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് പാട്ടിടാത്തത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അപകടം സംഭവിച്ചു. നോക്കിയേ, ഇതെങ്ങനെ പോയി സജീർ ഭായി, ഇതെങ്ങനെ പോയ വണ്ടിയെന്ന്? അത് ഡോറിന്റെ ക്വാളിറ്റിയുടെ കൂടുതലാ. ഇത് അനിമോന്റെ ആണോ? അപ്പൊ എന്റെ കാണാണ്ടല്ലോ. ഞാൻ വണ്ടിയിൽ ചെന്ന് നോക്കിയിട്ടേ ആരുടെയൊക്കെ വണ്ടിയിൽ പെട്ടില്ല. എന്റെ ദൈവം, ഏതെല്ലാം രാജ്യത്ത് പോയതാ. ഇവന്റെ പൊന്നോമനാ. അടിമാലി മൂന്നാർ റോഡിൽ കൂടെ ബസ്സേ പൊക്കോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റി, എന്തോ ബാഗ് പുറത്തോട്ട് പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു. 4-5 പേരുടെ പെട്ടി, ബാഗ് എല്ലാം, ലഗേജ് എല്ലാം താഴെ കിടക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ എണീറ്റ് നിന്ന് വേളം വെച്ചില്ലേ, ബാഗ് പോയി. ആരും സമ്മതിച്ചില്ലല്ലോ. ഭയങ്കര സന്തോഷമായി, കണ്ടില്ലേ? ഈ സൈഡിൽ നിന്നാണോ പോയിരിക്കുന്നത്? അത് ഓപ്പൺ ആയിരുന്നു.
നോക്കാമില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ബാഗെല്ലാം തിരിച്ച് കയറ്റിക്കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്ഥലം നമ്മൾ കുറേ സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഫാം യാർഡ് എന്ന് പറയുന്ന അടിമാലിയിലുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നോർമൽ ഒരു റെസ്റ്റോറൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല വണ്ടിക്ക് നല്ല പാർക്കിങ്ങും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമൊക്കെ നമ്മൾ കുറേ ലേറ്റായി. നമ്മളെ കാത്തിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ പോസ്റ്റായി അടിമാലിയിൽ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ചെന്ന് കഴിഞ്ഞപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഫുഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സാധനങ്ങൾ എല്ലാം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം വന്ന ഉടനെ തന്നെ ഫുഡെല്ലാം എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ തുടങ്ങി. നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ക്യൂ നിൽക്കുവാണ്. അതുകൊണ്ട് പറ്റുന്നില്ല കാണാനായിട്ട്. ബ്രെഡുണ്ട്, അതോടൊപ്പം തന്നെ അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, മുട്ടക്കറിയുണ്ട്, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ചായ ഉണ്ട്, കാപ്പിയുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് നോക്കിയാൽ മുട്ടക്കറിയുണ്ട്, ബ്രെഡുണ്ട്. നമ്മുടെ സജീർ ഭായ് ഇതൊന്നും കഴിക്കുന്നില്ല കേട്ടോ, ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ, ഇതാണ് ടോട്ടൽ ആൾക്കാർ. ഇനി നേരിട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ബസ് കയറി നമ്മൾ നേരെ, ഇനി അങ്ങ് സ്റ്റോപ്പില്ല. ആക്ച്വലി നമുക്ക് ലഞ്ച് കഴിക്കേണ്ടത് വട്ടവടയിൽ ചെന്നിട്ടാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറി. അങ്ങനെ മൂന്നാറിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കോടമഞ്ഞും മഴയും ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ക്യാമറയുടെ ക്ലാരിറ്റിയൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ മൂന്നാർ കാഴ്ചകളൊക്കെ നിങ്ങളെല്ലാവരും ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ കണ്ടാലും നമുക്കിത് പുതുമയായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ മൂന്നാറും പിന്നിട്ട് പതിയെ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാമും കഴിഞ്ഞ് എക്കോ പോയിൻറ്റും കഴിഞ്ഞ് കുണ്ടളയും കഴിഞ്ഞ് നമുക്ക് പാമ്പാടി ചോലയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് വട്ടവട എത്താനായിട്ട്. ചെറിയ ദൂരം അല്ല, ഇച്ചിരി കൂടുതൽ ദൂരമുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് എക്കോ പോയിൻറ്റ് വന്ന് വീണ്ടും നമ്മൾ തന്നെ സുന്ദരമായ തേയിലത്തോട്ടങ്ങൾ, അറിയാമല്ലോ വട്ടവടയിലേക്ക് പോകുന്ന സ്ഥലത്തിൻ്റെ ദൃശ്യഭംഗി അതിഭയങ്കരമാണ്. ഇത് എത്ര പ്രാവശ്യം കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ്, ഞാൻ എപ്പോഴും പറയുന്ന കണക്ക്. അങ്ങനെ ഓരോ പോയിൻറ്റുകളും പിന്നിട്ട് നമ്മുടെ ബസ് മുന്നോട്ട് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒത്തിരി അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലഞ്ചിൻ്റെ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പാട്ടിനും മേളത്തിനും ഒന്നും ഒരു കുറവില്ല. അതിസുന്ദരമായ ഭയങ്കരമായിട്ടുള്ള പാട്ടും മേളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ദേണ്ട അടുത്ത കലാപരിപാടി നോക്കി. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്, റോഡിൽ വെച്ച് പാട്ടിട്ട് തുള്ളുക എന്നുള്ള ട്രെൻഡാണ്. ആ ട്രെൻഡിനൊപ്പമാണ് നമ്മളും. നമ്മുടെ 2 വണ്ടി നിർത്തിയിട്ടുണ്ട്, ആൾക്കാർക്ക് മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയാണ്. ആ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വട്ടവട എത്തുന്നതിൻ്റെ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പാമ്പാടി ഷോല നാഷണൽ പാർക്കിലേക്ക് വണ്ടി കയറുമ്പോഴാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലുള്ള ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടി ഷോല. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഓഫീസർമാരെ കണ്ട് സംസാരിച്ചിട്ട് വേണേൽ പോകാൻ പറ്റും. അതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേണ്ട വട്ടവടയുടെ എൻട്രി പോയിന്റിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് വട്ടവടയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സുന്ദരമായ കാഴ്ച. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കർഷക ഗ്രാമം എന്നറിയപ്പെടുന്ന വട്ടവടയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണ്. ഇനി അങ്ങോട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും. തട്ടുതട്ടായിട്ട് തിരിച്ച കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതേ പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് തന്നെ തട്ടുതട്ടായിട്ട് തിരിച്ച് കൃഷിയിടങ്ങൾ വന്നു തുടങ്ങി. ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുടെ സ്ട്രോബെറിയും വെളുത്തുള്ളിയും ക്യാബേജും പോലുള്ള സാധനങ്ങളാണ്. കേരളത്തിൽ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. അങ്ങനെ നമ്മൾ വട്ടവട ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് ജീപ്പിലേ പോകാൻ പറ്റത്തുള്ളൂ. ബസ് അങ്ങോട്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ല. ട്രാവലർ ഒരു പക്ഷേ പോയേക്കും. അങ്ങനെ നമുക്കൊരു ഓഫ് റോഡ് ജീപ്പിൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റിസോർട്ടുകാർ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്വർഗം വിടർന്നു, കഥയിലൊരു സ്വർഗം വിടർന്നു.
അങ്ങനെ അതിസാഹസികമായിട്ടുള്ള ഒരു 2 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ കോവിലൂർ കൊട്ടാരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിസുന്ദരമായ ഒരു രാജകൊട്ടാരത്തിൻ്റെ ഒരു ദൃശ്യഭംഗിയുള്ള കോവിലൂർ പാലസ് പണിതിട്ട് ഏകദേശം 1 വർഷം മാത്രമായിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ പുതുമ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. വട്ടവടയിൽ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലൊന്നാണ് കോവിലൂർ പാലസ്. അങ്ങനെ നമ്മൾ റിസപ്ഷനിലേക്ക് എത്തി. നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്വാഗതം നമുക്ക് വേണ്ടി അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടിയുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇനി ഒന്നും നോക്കാനില്ല, സമയം ഒത്തിരി അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കണം. അതിന് ശേഷം നമുക്ക് റൂമിലോട്ടൊക്കെ പോവാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു ചെന്നിരിക്കുകയാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം, സാലഡ്സും കട്ട് ഫ്രൂട്ട്സും അങ്ങനെ വെജിറ്റബിൾസും ഒക്കെ കുറേ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ചിക്കൻ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പെപ്പർ ചിക്കനാണ്, ഡ്രൈ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട, അടിപൊളി പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഉച്ചയായപ്പോൾ. അങ്ങനെ പൊറോട്ട ഉണ്ട്. ഇത് കൂടാതെ വായിക്കൂടെ സത്യം പറഞ്ഞാൽ വെള്ളം വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ തൊട്ട്. നല്ല വിശപ്പുണ്ട്. ചിക്കൻ്റെ കറിയാണ് അത്, പെപ്പർ ചിക്കനാണ് കറി. അതുപോലെ തന്നെ ഫിഷ് കറിയുണ്ട്, നമ്മുടെ ഫിഷ് മോളിയൊക്കെ പോലെയുള്ള ഫിഷ് കറിയുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് റൈസ് ഉണ്ട്, അതോടൊപ്പം സാധാരണ റൈസ് ഉണ്ട്, അതോടൊപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് കഴിഞ്ഞെന്ന്. ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നല്ല സൂപ്പർ പാസ്തയുണ്ട്. എല്ലാ തരത്തിലുള്ള ഫുഡുകളും നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കി, റൈസ് തന്നെ 3 തരമുണ്ട്. അതിനുശേഷം വെജിറ്റബിൾ കഴിക്കുന്നവർക്ക് വേണ്ടി വെജിറ്റേറിയൻ ഡിഷസിൻ്റെ ഒരു സെപ്പറേറ്റ് ഏരിയ. അതിനകത്ത് എനിക്കിഷ്ടമുള്ളത് പനീറാണ്. പനീർ മാത്രമല്ല, പനീർ കൂടാതെ ഡാലുണ്ട്. ഡാലും പനീറും മാത്രമല്ല, പിന്നെ നമുക്ക് വെജിറ്റബിൾ കറിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈസ് കുറച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ. ഇതിനുശേഷം നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡെസേർട്ട് കൗണ്ടറും ഉണ്ട്. ഇതെല്ലാം ഒന്നും കാണിച്ചു തരാനായിട്ടുള്ള ഒരു ശേഷി എനിക്കില്ല. വിശന്നിട്ട് വയ്യ. ആൾക്കാരൊക്കെ വന്ന ഉടനെ തന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ കുറച്ച് ചപ്പാത്തി, പൊറോട്ടയും അതുപോലെ തന്നെ ഫിഷും ചിക്കനും ഒക്കെ കഴിച്ച് അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ റൂം ഇതാണ്. ഈ റൂം നിങ്ങളൊന്ന് നോക്കി, ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് കണ്ടിട്ടില്ല. ഇതെനിക്കൊരു ഫാമിലി റൂമാണെന്ന് തോന്നുന്നു. 2 കിങ് സൈസ് ബെഡുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം വുഡൻ ആയിട്ടുള്ള ഫർണിച്ചേഴ്സാണ്. നോക്കിയേ, ടോയ്ലറ്റൊക്കെ അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു ഫൗണ്ടൻ ഇതിൻ്റെ മുമ്പിലുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളായി. ഇനി നമ്മുടെ ആഘോഷത്തിൻ്റെ രാത്രി തുടങ്ങുവാണ്. ഇനി പകലോളം, രാത്രി പകലാകുന്നിടം വരെ ഇവിടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ലൈറ്റിങ്ങും കൂടെ വന്നപ്പോൾ നമ്മുടെ കോവിലൂർ പാലസ് നല്ല അടിപൊളിയായിട്ട് മിന്നി തിളങ്ങുവാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഒരു രാജകൊട്ടാരമാണെന്ന് നമ്മളെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെയാണ്. കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ, വിവിധ നിറത്തിലുള്ള ലൈറ്റുകളാണ് ഇതിനെ വളരെ സുന്ദരമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള പരിപാടികളും ഉണ്ട്. അതോടൊപ്പം നമ്മുടെ പൊതുസമ്മേളനവും നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയാണെങ്കിൽ സ്പൈസ് കണ്ടി ഗ്രൂപ്പ് ഓഫ് 2011 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. 4 പാർട്ട്നേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. പറയാം, സിബി സാറിന്, പിന്നെ പ്രദീപ് സാറ്. കോട്ടേജുകൾ, റൂംസ് വിത്ത് ബാൽക്കണിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ 2ാമത്തെ പ്രോപ്പർട്ടിയാണ് കോവിലൂർ റിസോർട്ട്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു 1 ഇയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്കിവിടെ മൊത്തം 21 റൂംസ് ആണ് ഉള്ളത്. ബേസ് കാറ്റഗറി ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഡീലക്സ് റൂം ഉണ്ടാകും. സെക്കൻഡ് ഓപ്ഷൻ സുപ്പീരിയർ റൂം ഇത് ബാൽക്കണി. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലൈറ്റിൽ കുളിച്ച് സുന്ദരിയായിട്ടുള്ള കോവിലൂർ പാലസിന് മുന്നിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് പാട്ടും മേളം ഇപ്പം തന്നെ തുടങ്ങും. ഇപ്പം തന്നെ നമ്മുടെ റഹ്മത്തുള്ള ടീമൊക്കെ ഡാൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയേ, ക്യാമ്പ് ഫയർ ശക്തമായി, പാട്ടിൻ്റെ വോളിയം കൂടി. ഈ പാട്ട് ഇതിനകത്തൂടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് ഇനി ആഘോഷങ്ങളുടെ രാവാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് വെറുതെ ആയില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുവാണ്. 250-300 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് സുന്ദരമായി രാത്രികൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അത് വെറുതെ ആയാലും എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ഡാൻസ് മാത്രമാണോ നടക്കുന്നത്? രാത്രി സമയമായില്ലേ, ഇവർ ഫുഡൊന്നും കഴിക്കാൻ പോകുന്നില്ലേ? റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഫുഡെങ്കിലും നമുക്ക് കഴിക്കാനായിട്ടുള്ള സ്നാക്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസും ഒക്കെ അവിടെ തന്നെ ലൈവായിട്ട് പ്രിപ്പയർ ആകുന്നുണ്ട്. നോക്കി, അവിടെ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ട് അതിൽ പനീർ ഇങ്ങനെ ടിക്കയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ ഇങ്ങനെ ഗ്രില്ല് ചെയ്തത്. ഞാൻ കുറേ അധികം കഴിച്ചു. അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതിനോടൊപ്പം ഡിന്നറും മോളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിലെ 3ാം വാർഷികം ആഘോഷിക്കുന്ന ട്വീക്ക് ഹോളിഡേയ്സിൻ്റെ ഓണർ രവിഭായ് വന്നിട്ടുണ്ട്. പുള്ളിയുടെ 3ാം വാർഷികം നമ്മൾ ഈ പരിപാടി വെച്ച് തന്നെ ആ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് ഹനീഫ് കേക്ക് കട്ട് ചെയ്ത് രവിഭായ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായാലും ടൂറിസം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ.
അപ്പോൾ ആ സമയത്ത് പതിയെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിന്നറിലേക്കൊന്ന് പോയി നോക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. അപ്പോൾ നോക്കിയേ ഡിന്നറെല്ലാം നല്ല റെഡി ആയിട്ടിരിക്കുവാണ്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, കഴിക്കാനുള്ള മൂഡുണ്ട്. നോക്കി എത്ര ടൈപ്പ് ഫുഡുകളാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ ഫുഡാണ്. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കോവിലൂർ റിസോർട്ടിലെ ഫുഡ്. നമ്മളിപ്പം ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ ഫുൾ എൻജോയ് ചെയ്യാനാവുന്നുണ്ടെങ്കിൽ ഫുഡും കൂടെ റെഡി ആവണമല്ലോ. രാവിലെ നമുക്ക് ഉച്ചയ്ക്കും പൊറോട്ട ഉണ്ടായിരുന്നു, വൈകുന്നേരം നമുക്ക് പൊറോട്ടയും ചപ്പാത്തിയും നല്ല സൂപ്പർ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ട്. ഇത് കൂടാതെ നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും ഉണ്ട്. ഇത് ചിക്കൻ ടിക്ക മസാലയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ചിക്കൻ ടിക്ക മസാല. ഭയങ്കര സൂപ്പറായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ ധാരാളം ഫുഡ് ഐറ്റംസ്, നമ്മൾ രാവിലെ കഴിച്ച ഐറ്റംസിൻ്റെ റിപ്പറ്റീഷനൊന്നും അല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലുള്ള ഫുഡാണ്. റൈസ് നല്ല സൂപ്പർ റൈസും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴിച്ചിട്ട് സമയത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യണോ അതുപോലെ തന്നെ പോയി കിടന്നുറങ്ങണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ നല്ല തിരക്കാവുന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്നത്. നമ്മുടെ ഡെസേർട്ട് കൗണ്ടറിൽ ഫ്രൂട്ട് സാലഡുണ്ട്, പായസമുണ്ട്. ഇതും എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ സൂപ്പർ ഫുഡും ഒക്കെ കഴിച്ച് രാത്രിയിൽ ഈ റിസോർട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഞാനൊന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് രാത്രി തന്നെയാണ്. നോക്കി എത്ര സുന്ദരമെന്ന് നോക്കി. കുറേ ദൂരം ഞാൻ ഇറങ്ങി വന്നു കേട്ടോ, ഇതിൻ്റെ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കോവിലൂർ പാലസിന് രാത്രിയിലെ ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ കണ്ടോ, ഇതിൽ നിന്ന് വളരെ ഡിഫറെൻ്റാണ്. നോക്കി ഒരു മലനിരകളുടെ ചുറ്റുമാണ് നമ്മുടെ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 4 സൈഡിലും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ ഒത്ത നടുക്കിരിക്കുന്ന നമ്മുടെ കോവിലൂർ കൊട്ടാരമാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ആർക്കിടെക്ചറാണ് ഇതിൻ്റെ നിർമ്മിതിയിലൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഇവിടെയുള്ള സൗകര്യങ്ങളൊന്നും അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നിങ്ങളോർക്ക് ഈ ഒരു ഒറ്റ ബിൽഡിങ് മാത്രമുള്ളൂ, ഒരിക്കലും അല്ല. ഈ കാണുന്നതൊക്കെ കോട്ടേജസ് ആണ്. നോക്കിയാൽ ഈ കാണുന്നതൊക്കെ വളരെ സുന്ദരമായ കോട്ടേജസ് ആണ്. ഈ ഹണിമൂണിനൊക്കെ വരുന്ന ആൾക്കാർക്ക് കപ്പിൾസിനുള്ള കോട്ടേജസും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി രാവിലെ വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. എത്ര രാത്രിയിലായിരിക്കും ഇവർ പലരും കിടന്നുറങ്ങാൻ പോയിരിക്കുന്നത്. പക്ഷേ എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് റെഡിയായി നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇന്നൊരു 11 മണിയോടുകൂടി നമ്മളിവിടുന്ന് യാത്രയാവും. അതിന് മുമ്പ് ഇവിടെ കാണാനും കേൾക്കാനും പറ്റുന്ന എല്ലാം നമുക്ക് കാണണം. ഞാൻ പിന്നെയും പതിയെ പുറത്തേക്ക് ഇറങ്ങി, ചായ മാത്രമേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആ സൈഡിലുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ ധാരാളം സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. നോക്കി 3 തരം ജ്യൂസുണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊന്നും കൂടാതെ നോക്കി എത്ര വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരമാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ദോശയുടെ കൂടെ ഇനിയുള്ള എന്താണെന്ന് നോക്കി സാമ്പാറുണ്ട്. സാമ്പാർ കൂടാതെ ഇനിയും വരുന്നത് എന്താണ്, ഇഡ്ഡലിയുടെ കൂടെ 2 തരം ചട്നികൾ, അതോടൊപ്പം പൂരിയുടെ കൂടെ മിക്കവാറും നമുക്ക് കിട്ടുന്ന നല്ല സൂപ്പർ കടലക്കറി ആയിരിക്കും. അതൊക്കെ ഉണ്ടോ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കടലക്കറിയുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്നത് വീണ്ടും കള്ളപ്പമുണ്ട്. കള്ളപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ഉണ്ട്. ഇതുകൊണ്ട് തീർന്നതാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അവിടെ ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്. അതോടൊപ്പം നമുക്ക് സൂപ്പറായിട്ടുള്ള സോസേജ് എന്തായാലും കഴിക്കണം രാവിലെ. അങ്ങനെ സോസേജ് കഴിഞ്ഞപ്പോൾ തീർന്നില്ല. പിന്നെ മുട്ട പുഴുങ്ങിയത്, ചായ, കാപ്പി, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ്. നോക്കിയ സോസേജ് ഉണ്ട്, കള്ളപ്പമുണ്ട്, പൂരിയുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും നേരത്തെ തന്നെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കാരണം നമുക്ക് ഇന്ന് ഇവിടുന്ന് പുറപ്പെടണം. ഇന്നലെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് ടൈമിൽ പോകണമെന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെ നോക്കി നമ്മൾ വീണ്ടും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണണമല്ലോ. കോട്ടേജസും അതുപോലെ തന്നെ ഇവിടെ നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൂടാതെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ. ഒരു ട്രിപ്പ് പോകുമ്പോൾ എല്ലാ ആൾക്കാരും ഉറപ്പായിട്ടും പറയുന്നത് പൂളും പൂന്തോട്ടവുമാണ്. അതിൽ പൂന്തോട്ടം ഞാൻ നിങ്ങളെ കാണിച്ചു, അതിനുശേഷം തേണ്ട പൂൾ നിങ്ങളെ കാണിക്കുന്ന ഒരു സൂപ്പർ ഇൻഫിനിറ്റി പൂളാണ്. നല്ല അടിപൊളി പൂളാണ്. ഞാൻ എന്തായാലും പൂളിൽ ഇറങ്ങിയില്ല ഇത്തവണ. ഇവിടെ വന്നിട്ട് ഇനി വരും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ നിന്നു. ഇനി നമുക്ക് പോയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാകേണ്ട സമയമായിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോവിലൂർ കൊട്ടാരത്തിലേക്കുള്ള വട്ടവട ട്രിപ്പിൽ MKTയുടെ 33rd ഫാം ട്രിപ്പിലെ ഈ പ്രോപ്പർട്ടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനി ഉടനെ വരുന്നുണ്ട്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ സീ യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു. ബൈ സീ യു.